പ്രിയമുള്ളവരെ, നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴയിൽ ഫിയാത്ത് മിഷൻ്റെ 6th എഡിഷനായ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് തൃശ്ശൂരിൽ നിന്ന് പുറത്ത് ചങ്ങനാശ്ശേരിയിലാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ ഏകദേശം 64ഓളം സ്റ്റാളുകൾ പല മിഷനുകളിൽ നിന്നുള്ള സിസ്റ്റേഴ്സും ഫാദേഴ്സും പല സ്ഥലങ്ങളിലുള്ള മിഷനെ പരിചയപ്പെടുത്തുകയാണ്. ഓരോ സ്റ്റാളുകളിലൂടെയും അവരുടെ വ്യത്യസ്തമായ കൾച്ചർ, അവിടുത്തെ വ്യത്യസ്തമായ ഭാഷകളിൽ അവരെങ്ങനെ ക്രിസ്തുവിനെ കൊടുക്കുന്നു, അതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ ഓരോ സ്റ്റാളുകളിലേക്കും പോവുകയാണിപ്പോൾ. അപ്പോൾ ഓരോ സ്റ്റാളിൽ ചെല്ലുമ്പോൾ അവരുടെ ആ മിഷനെക്കുറിച്ച് പരിചയപ്പെടും. അവരിൽ നിന്ന് നമുക്ക് കേൾക്കുവാനായിട്ട് ധാരാളമുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് MSI സിസ്റ്റേഴ്സിൻ്റെ സ്റ്റാളിലാണ്. മിഷണറി സിസ്റ്റേഴ്സ് ഓഫ് ഇമാക്കുലേറ്റ്. ഇവരുടെ പല മിഷൻ സെൻറ്റേഴ്സിലെ സിസ്റ്റേഴ്സാണ് ഇവിടെ ഉള്ളത്. ഇവരുടെ മിഷനെക്കുറിച്ച് നമുക്ക് ചോദിക്കാം. എന്തായാലും കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവർ മറ്റുള്ള സ്ഥലങ്ങളിൽ ചെയ്യുന്ന മിഷൻ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് സിസ്റ്ററിൻ്റെ പേരെന്താണെന്ന് പറയാമോ? സിസ്റ്റർ ഷാലി. നിങ്ങളുടെ മിഷനെക്കുറിച്ചൊന്ന് സംസാരിക്കാം. ഞങ്ങളുടെ മെയിൻ കാരീസ് എന്ന് പറഞ്ഞാൽ ഇവാഞ്ചലൈസേഷൻ ടു ദ നോൺ ക്രിസ്ത്യൻസ്. ലോകം മുഴുവനും പോയി ഈശോയെ അറിയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ദൗത്യം. ദൈവത്തിൻ്റെ രാജ്യം വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ മോട്ടോ. അതനുസരിച്ച് ഞങ്ങൾ ഭൂഖണ്ഡത്തിലെ 5 തിരിച്ചുകൊണ്ട് 5 കോണ്ടിനെൻസിലും ഞങ്ങൾ വർക്ക് ചെയ്യുന്നു. അത് ഇൻ്റർനാഷണൽ കോൺഗ്രിഗേഷനാണ്. നോർത്ത് അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ, ഓഷ്യാനിയ, ആഫ്രിക്ക, അങ്ങനെ 5 കോണ്ടിനെൻറ്റ്സായിട്ട് തിരിച്ചുകൊണ്ട് അവിടെ അതിനായിട്ട് ഒരു മിഷണറി റോസറി തന്നെയുണ്ട്. 5 കളറാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആഫ്രിക്കയെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് പച്ച, അതുപോലെ അമേരിക്ക റെഡ് കളർ, അതുപോലെ വൈറ്റ് യൂറോപ്പ്, ഏഷ്യ മഞ്ഞ, ഓഷ്യാനിയ നീല, അങ്ങനെ 5 കളറുകളിലാണ് നമ്മൾ ഈ റോസറി പ്രാർത്ഥിക്കുന്നത്. എല്ലാ മിഷണറിമാർക്കും എല്ലാ മനുഷ്യർക്കും ദൈവരാജ്യം പ്രഘോഷിക്കുക എന്നുള്ള ദൗത്യത്തിൽ ഞങ്ങളതുപോലെ തന്നെ ലോകത്തിലെ എല്ലാ രാഷ്ട്രത്തിൻ്റെയും ഫ്ലാഗുകളാണ് ഇവിടെ കെടുത്തിരിക്കുന്നത്. എല്ലായിടത്തും പ്രാർത്ഥനയിലും പ്രവർത്തനത്തിലും അവിടെ എത്തിക്കണമെന്ന വിവിധ ഡ്രസ്സുകളിലാണ് ഞങ്ങൾ കാണുന്നത്. അതാണ് ഞങ്ങളുടെ വിവിധ ഡ്രസ്സുകളിലാണ്, പല ഡ്രസ്സിലും പല വിധത്തിലും ഈശോയെ പ്രഘോഷിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ദൗത്യം. ഇതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള കാരിസം പ്രഘോഷിക്കപ്പെടുന്നത്. ഞങ്ങളുടെ സിസ്റ്റേഴ്സ് ആതുര ശുശ്രൂഷ, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ, എയ്ഡ് സെൻറ്റർ, പാസ്റ്റൽ ഹൗസ്, പ്രിസൺ മിനിസ്ട്രി, ലെപ്രസി സെൻറ്റർ എന്ന വിവിധങ്ങളായ മിഷൻ ചെയ്തുകൊണ്ട് ഈശോയെ പ്രഘോഷിക്കുന്നു. ഡയറക്റ്റ് ഇവാഞ്ചലൈസേഷൻ പോസിബിൾ ആയിട്ടുള്ളിടത്ത് എല്ലായിടത്തും. പല മേഖലകളിൽ 5 ഭൂഖണ്ഡങ്ങളിലായി വ്യത്യസ്തമായ രീതിയിൽ ഈശോയെ കൊടുക്കത്തക്ക രീതിയിലാണ് ഇവരുടെ പ്രവർത്തനം. 5 കോണ്ടിനെൻറ്റിലും നിങ്ങൾ കണ്ടതുപോലെ തന്നെ പല ഡ്രസ്സുകളിൽ അവരുടേതായ രീതിയിൽ ഏതൊക്കെ രീതിയിൽ ക്രിസ്തുവിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റുമോ ആ രീതിയിൽ ഈ സിസ്റ്റേഴ്സ് അവരുടെ മിഷനറി പ്രവർത്തനം നടത്തുന്നു. താങ്ക് യു സിസ്റ്റേഴ്സ്. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡയസിസ് ഓഫ് കൊഹിമ മിഷനിലാണ്. കൊഹിമ മിഷൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ആൻറ്റി വളരെ മനോഹരമായിട്ട് നാഗാ ഡ്രസ്സൊക്കെ ഇട്ട് ഇവിടെ നിൽപ്പുണ്ട്. നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ഓൾറെഡി അതിൻ്റെ ഇതെടുത്തു. നമ്മുടെ ഇവിടെ രചനുണ്ട്, ഫാദർ റോണിയാണ്. ഒപ്പം തന്നെ നാഗാലാൻഡിൽ നിന്നുള്ള ഫാദർ മൂ ഉണ്ട്. അവരോട് നമ്മൾ സംസാരിക്കാൻ പോവുകയാണ്. ഇത് ആദ്യമായിട്ടാണോ? കഴിഞ്ഞ വർഷം വന്നിരുന്നു. ഇത് നമ്മുടെ സംസ്കാരത്തെയും അവിടുത്തെ രീതികളെയും ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതൊരു വശം. ബേസിക്കലി നമ്മൾ അവിടുത്തെ ജനങ്ങളോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച് നമ്മൾ എഡ്യൂക്കേഷൻ, വിശ്വാസം, അതോടൊപ്പം തന്നെ അവരുടെ ആരോഗ്യം, ഈ മേഖലകളിലെല്ലാം അവരൊന്ന് പുരോഗതിപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഇതിനകത്തുണ്ട്. നമ്മൾ ബേസിക്കലി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മുടെ യേശുക്രിസ്തുവിനോട് ചേർന്നുകൊണ്ട് ഒരു സുവിശേഷവൽക്കരണം, അതിൻ്റെ ഭാഗമായിട്ടും ഇന്ത്യ ഇത്രയൊരു വ്യത്യസ്തമാണ് എന്നുള്ള ചിന്താഗതി ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംസ്കാരത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുക എന്നൊരു ഉദ്ദേശം കൂടി അതിനകത്തുണ്ട്. അച്ഛൻ്റെ ഒരു എക്സ്പീരിയൻസ് അവിടെ ആയിരിക്കുമ്പോൾ ഒരു എക്സ്പീരിയൻസ് നാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് പറയാമോ? നാട്ടിലെ സംസ്കാരത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് അവിടുത്തെ ഒരു കാര്യങ്ങളൊക്കെ എന്നുള്ളത്. സുരക്ഷിതത്വം കുറവാണ്. ബാക്കി കൾച്ചർ, അവിടുത്തെ കാലാവസ്ഥകൾ, രീതികൾ എല്ലാം വ്യത്യസ്തമാണ്. കേരളത്തെ അപേക്ഷിച്ച് വ്യത്യസ്തമായിട്ടുള്ളതാണ്. ഇപ്പോൾ കേരളത്തിന് അത്ര ഒരു ഹൈലി എഡ്യൂക്കേറ്റഡ്, ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ കമ്മ്യൂണിറ്റി അവിടെ ഇല്ല എന്നുള്ളതും നമ്മൾ ആ ഒരു മേഖലയിലേക്ക് അവർ വളർത്തുന്നു എന്നുള്ളതൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതികളാണ്. ആൻറ്റി, ഇപ്പോൾ ഈ ഡ്രസ്സ് ഇട്ടിട്ട് ആൻറ്റിക്ക് എന്ത് തോന്നുന്നു? എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നു.
ആൻറ്റി ഒരു ഒറിജിനൽ നാഗയായ ഒരു ഫീലിംഗ് ആണെന്നാണ് ആൻറ്റി പറയുന്നത്. ഫാദർ മൂ, ഹൗ ആർ യു? I'm good. ഓക്കെ, വാട്ട്സ് യുവർ എക്സ്പീരിയൻസ് ഇൻ യുവർ മിഷൻ? Okay. Really, our experience, of course, Manipur right now, we are having a lot of ethnic violence. People are suffering, and even our village also was burnt. But of course, coming here, we are really happy. I want to say to the people of Kerala, Nanni. In the midst of this violence, how is the faith of the people? Has it increased or gone down? Yeah. Yes, the faith of the people, especially in Manipur, actually they are being strengthened. They come to see that God is doing a lot of wonderful things in their life. Actually, many of them, they thought that God has forsaken them because their houses are burned. But through the church, so many houses, so many good things are coming, and they are slowly, they said, actually, most of them said, I don't know how to thank God because the Lord is so good. That's what their expression is. So they are not discouraged. They are not discouraged. Actually, yes, few might have get discouraged, but however, we are doing a lot of mission work, and then because of which I think they are all really happy. ഇതാണ് നമ്മൾ കാണുന്നത്, വ്യത്യസ്തമായ ഒരു ശൈലി മിഷൻ പ്രവർത്തനങ്ങളിൽ വളരെ മനോഹരമായിട്ട് ഇവർ ചെയ്യുമ്പോൾ അവിടെ ഉള്ള ജനങ്ങളുടെ ഫെയ്ത്ത് അത്ര നന്നായിട്ട് വർദ്ധിക്കാനിടയാകുന്നു. ഏത് സാഹചര്യത്തിലും അവരനുഭവിക്കുന്ന വയലൻസ്, അവരനുഭവിക്കുന്ന ഒരുപാട് തിക്താനുഭവങ്ങളിലും അവരുടെ ഫെയ്ത്ത് വളരുവാനായിട്ട് സഹായകരമാക്കുന്നു, ഇവരതിന് സഹായകരമാക്കുന്നു എന്നുള്ളതാണ് വളരെ വ്യത്യസ്തമായ രീതി. താങ്ക് യു സോ മച്ച്. ഇതൊരു മിഷൻ പ്രവർത്തനമാണ്. ദൈവത്തിൽ നിന്ന് വഴിതെറ്റിപ്പോയവർക്ക് എല്ലാവർക്കും പ്രാർത്ഥനയിലൂടെ എങ്ങനെ അവർക്ക് തിരിച്ചു വരാനുള്ളതെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇവിടുന്ന്. പിന്നെ ഈ എക്സിബിഷനിൽ ഓരോ സ്ഥലത്ത് എങ്ങനെയൊക്കെയാണ് അവരുടെ കൾച്ചറിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് നമുക്കിതിലൂടെ മനസ്സിലാവുന്നുണ്ട്. ശംഷാബാദ് രൂപയിലെ മിഷനാണെന്ന് മനസ്സിലായി. അച്ഛൻ്റെ പേരെന്ന് പറയൂ? സേവ്യർ സാം ആന്ധ്ര. ഞാൻ ആന്ധ്രയിലാണ് വർക്ക് ചെയ്യുന്നത്. ശംഷാബാദ് രൂപതയുടെ സ്വന്തം അച്ഛനാണ്. ഇവിടെ ചങ്ങനാശ്ശേരി അതിരൂപതക്കാരനാണ്, ആലപ്പുഴയാണ് സ്വദേശം. ശംഷാബാദ് രൂപത ഒരു മിഷൻ തിരഞ്ഞെടുക്കാൻ എന്താണ് കാരണം? ശംഷാബാദ് രൂപതയിലേക്ക് പോരാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പം മുതലേ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഞാനൊക്കെ ഒരു ടീനേജിലായിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഒറീസയിലെ ഗ്രഹാൻസ്റ്റൈനും മക്കളും കൊല്ലപ്പെട്ടതൊക്കെ. അതിനുശേഷമാണ് നമ്മുടെ റാണി മരിയാമ്മ മരിക്കുന്നത്. ഒരുപക്ഷെ ആ ഒരു ചൈൽഡ്ഹുഡിൻ്റെ ആ ഒരു ഫാൻറ്റസിയുടെ പുറത്ത് മിഷന് പോകണമെന്നുള്ള ഒരു ആഗ്രഹം ഡെവലപ്പ് ചെയ്ത ആ സമയത്തോടു കൂടിയാണ്. അതിൻ്റെ ഒരു മിഷനിലേക്ക് പോകണമെന്നുള്ളൊരാഗ്രഹം ചെറുപ്പം മുതലേ ഉള്ളിലുണ്ടായിരുന്നു. ദൈവം അനുഗ്രഹിച്ച് ദൈവത്തിൻ്റെ പദ്ധതിക്ക് അനുസരിച്ച് ശംഷാബാദ് രൂപതയിലേക്ക് എന്നെ എടുത്ത് ചേർത്ത് വെച്ചിട്ടുണ്ട് തമ്പുരാൻ. മിഷനിൽ ശംഷാബാദ് രൂപതയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ രൂപതയാണ്. ഏറ്റവും വലിയ രൂപതയെന്ന് പറയുമ്പോൾ കേരളത്തെ പോലെയുള്ള 23 സംസ്ഥാനങ്ങളും അതിൻ്റെ കൂടെ 2 യൂണിയൻ ടെറിട്ടറീസും കൂടെ ചേർന്നതാണ് ശംഷാബാദ് രൂപത എന്ന് പറയുന്നത്. അവിടെ 2 തരം മിഷനാണ് പ്രധാനമായിട്ട് നടക്കുന്നത്. ഒന്ന് നമ്മുടെ മൈഗ്രൻ്റ് കെയർ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള മലയാളികളായിട്ടുള്ള സീറോ മലബാർ സഭാംഗങ്ങളായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് അവരുടെ കൂദാശകളൊക്കെ പരികർമ്മം ചെയ്യാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഒരു ശുശ്രൂഷ. രണ്ടാമത്തെന്ന് പറയുന്നത് ആർജൻസസ് മിഷൻ എന്ന് പറയും. ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പോയി നിങ്ങൾ എൻ്റെ സുവിശേഷം പ്രഘോഷിക്കുന്നു എന്നുള്ള ഈശോയുടെ വാഗ്ദാനം ആ ഒരു കൽപ്പനയനുസരിച്ച് പ്രത്യേകിച്ച് ശംഷാബാദ് രൂപതയുടെ സ്വന്തമായിട്ടുള്ള എല്ലാ അച്ഛന്മാരും ഏർപ്പെട്ടിരിക്കുന്ന ഒരു പ്രേക്ഷിത പ്രവർത്തനമാണ് ആർജൻസസ് മിഷൻ എന്ന് പറയുന്നത്. അതായത് വില്ലേജുകളിൽ പോയി ഇതുവരെ ഈശോയെ കേൾക്കാത്ത ആൾക്കാർക്ക് വചനം പ്രഘോഷിച്ച് അവർക്ക് ഈശോയെ കൊടുത്ത് അവരെ മാമോദീസ സ്വീകരിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. അത് ഞങ്ങൾ സ്വന്തമായിട്ട് പ്രത്യേകിച്ച് ശംഷാബാദ് രൂപതയിലെ സ്വന്തമായിട്ടുള്ള അച്ഛന്മാർ ചെയ്യുന്നൊരു ശുശ്രൂഷയാണ്. ഞാനിപ്പോൾ ആന്ധ്ര കർണാടക ബോർഡറിൽ ആണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ഏകദേശം 3 വർഷത്തോളമായി ഞങ്ങൾ ഒരു പുതിയ മിഷൻ സമൂഹം സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 18ഓളം പേര് ഞങ്ങൾക്ക് അവിടെ പുതിയ ക്രൈസ്തവ മക്കളായിട്ട് വന്നിട്ടുണ്ട്. ഒരു 10-35ഓളം പേര് വീണ്ടും കാറ്റക്കിമിനേറ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിസ്ത്യാനികളാകാൻ, ക്രൈസ്തവരാകാൻ, കത്തോലിക്കരാകാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് പേര് ഈശോയെ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് വില്ലേജുകളിൽ ഈശോയെ കൊതിക്കുന്ന ആൾക്കാരുണ്ട്. നമുക്ക് അച്ഛന്മാരുടെ ദൗർലഭ്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈശോയെ നമുക്ക് എല്ലാ വില്ലേജുകളിലേക്കും കൊടുക്കാൻ പറ്റാത്തത്. ഞാൻ ഒറ്റയ്ക്കാണ് ആ ഏരിയയിലുള്ളത്.
എൻ്റെ അടുത്തുനിന്ന് ബിഷപ്പ് ഹൗസാണ് എൻ്റെ ഏറ്റവും അടുത്തുള്ള സ്ഥലം. അവിടത്തേക്ക് പോകാൻ 9 മണിക്കൂറോളം വേണം. അതിനിടയിൽ വേറെ അച്ഛന്മാരൊന്നുമില്ല. ഞാനിങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ തന്നെയും വേറെ അച്ഛന്മാരെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോലും നമുക്കില്ലാത്തൊരു സാഹചര്യമാണ്. ദൈവവിളികൾ വളരെ കുറവായിട്ടുള്ളൊരു സാഹചര്യമാണ്. മറ്റച്ഛന്മാരെന്ന് പറയുന്ന മലയാളികളുടെ ഇടയിൽ വർക്ക് ചെയ്യുന്ന അച്ഛന്മാർ അവർ കുറച്ച് കാലത്തേക്ക് വരുന്ന 3 വർഷത്തേക്ക് 5 വർഷത്തേക്കൊക്കെ എന്നിട്ട് തിരിച്ചു പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ മലയാളികളെ ഏൽപ്പിച്ചിട്ട് സ്വന്തമായിട്ടുള്ള അച്ഛന്മാരെ എല്ലാവരെയും പിതാവിൻ്റെ ഈ അടുത്ത ദിവസങ്ങളിലുള്ള ഓർഡിനേഷൻ്റെ പ്രസംഗങ്ങളിൽ പിതാവ് പറഞ്ഞ ഒരു മെയിനായിട്ട് ഫോക്കസ് ചെയ്തൊരു വാക്ക് ഇതാണ്: നിങ്ങൾ മാതാപിതാക്കളോട് യാത്ര പറഞ്ഞു വരുമ്പോൾ, സഹോദരങ്ങളോട് യാത്ര പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ അടുത്ത ഓണത്തിന് കാണാമെന്ന് പറയരുത്, പെരുന്നാളിന് കാണാമെന്ന് പറയരുത്, മറിച്ച് നമുക്ക് സ്വർഗ്ഗത്തിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് പോരണമെന്നാണ് പിതാവ് പറയുന്നത്. അത് പുത്തനച്ഛന്മാരോട് പറയുന്ന, വൈദികരോട് പറയുന്ന ഒരു വാക്യമാണ്. പിതാവ് അത്രയും തീഷ്ണതയോടെ, ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവും, പിതാവായിരിക്കുന്നത് പ്രിൻസ് പിതാവാണ് ഇപ്പം ഞങ്ങളുടെ പിതാവായിട്ടുള്ളത്. ആക്ച്വലി ഈ ഒരു രൂപത സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ഇപ്പോഴത്തെ മേജർ ആർച്ച് ബിഷപ്പായ തട്ടിൽ പിതാവാണ്. തട്ടിൽ പിതാവ് ഞങ്ങളുടെ ആദ്യ കാലഘട്ടത്തിൽ ഞങ്ങളെ ചേർത്ത് പിടിച്ച് സ്വന്തം അപ്പനും മക്കളും എന്നുള്ള രീതിയിൽ ആ ഒരു കുടുംബ കൂട്ടായ്മയിൽ വളർന്നത്. ഞങ്ങളെല്ലാ രീതിയിലും പ്രോത്സാഹിപ്പിച്ചിട്ട് ആ രൂപതയെ പ്രിൻസ് പിതാവിനെ പരമേൽപ്പിച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയേക്കുന്ന ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ് പ്രിൻസ് പിതാവ് ഒരു മിഷണറി ആയിട്ട് ജീവിക്കുന്നതിൻ്റെ വലിയ അടയാളങ്ങൾ ഞങ്ങളുടെ രൂപതയിൽ കാണുന്നുണ്ട്. അത് വളരെ സിമ്പിളായിട്ടുള്ള, ഞങ്ങളുടെ രൂപതയിൽ പിതാവ് പറയുന്നത് എന്താണ്, മിഷനിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ റെഫക്ടറിയിൽ ഒരുക്കി വെച്ചിരിക്കുന്ന ആഹാരമല്ല എൻ്റെ പ്രധാനം, അവിടുത്തെ ആത്മാക്കളുടെ ദാഹമാണ്. അവരെന്ത് കഴിക്കുന്നോ അത് കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവരെവിടെയാണോ ഇരിക്കുന്നത്, അവർ കസേരയിലാണെങ്കിൽ ഞാൻ അവരുടെ കൂടെ കസേരയിലിരിക്കും, അവർ പാറപ്പുറത്താണെങ്കിൽ ഞാൻ പാറപ്പുറത്തിരിക്കും. നിങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്ന കോക്കറി പാത്രങ്ങളല്ല എൻ്റെ ഫോക്കസ്. അവർക്ക് നമ്മൾ ഡിസ്പോസിബിൾ ആയിട്ടുള്ള പ്ലേറ്റിലാണ്, ഇലയിലാണ് കൊടുക്കുന്നതെങ്കിൽ അതിൽ മതി എനിക്ക് ആഹാരം. അവർക്കില്ലാത്ത ഒരു ഡിഷ് പോലും എൻ്റെ പാത്രത്തിലുണ്ടാകരുതെന്നുള്ളതാണ് പിതാവിൻ്റെ നല്ലൊരു മിഷനാണ്. മിഷനെ കാണാനും സ്നേഹിക്കാനും ഒക്കെ എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. അച്ഛൻ പറഞ്ഞു, അച്ഛനായിരിക്കുന്ന സ്ഥലത്ത് ഒരു 18ഓളം ക്രിസ്ത്യാനികളും, 18 എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ഒരുപാട് ക്രിസ്ത്യാനികളുള്ളപ്പോഴും അവിടെ 18 എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ കണ്ണിലെ തീഷ്ണത അത്രമാത്രമുണ്ട്. ഒരു 30 പേര് കാറ്റക്യൂമെൻസ് ഉണ്ടെന്ന് പറയുമ്പോഴും അച്ഛൻ്റെ തീഷ്ണത, ഒരു മിഷനറി ആയിരിക്കാനുള്ളൊരു ആഗ്രഹം നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. കാരണം 18 പേരെന്ന് പറയുന്നത് വലിയ നമ്പറാണ്. 20 അച്ഛന്മാരിൽ ഒരാൾ മാത്രമാട്ടോ. എൻ്റെ കൂടെയുള്ള അച്ഛന്മാർ 25ഉം 30ഉം വില്ലേജുകളൊക്കെയാണ് ഒരേ സമയം കയറുന്നത്. അവിടെ ആയിരക്കണക്കിന് പേര് വിശ്വാസം സ്വീകരിക്കാൻ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടേതായ ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു കറക്റ്റായ ഡാറ്റ നമുക്ക് പുറത്തു വിടാൻ പറ്റാത്തതാണ്. ഒരുപാട് പേര് ഈശോയെ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളതുകൊണ്ട് തന്നെ മിഷന് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരച്ഛൻ മാത്രമാണ് എൻ്റെ കൂടെയുള്ള എൻ്റെ അതും യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഇവിടെയുള്ള അച്ഛന്മാരൊക്കെ, നമ്മുടെ നാട്ടിലുള്ള അച്ഛന്മാരൊക്കെ അവർ കൊച്ചച്ഛന്മാരായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഓൾറെഡി അവിടെ മിഷനിൽ ഒരച്ഛൻ മാത്രമായിട്ട് മിഷനെ ഇത്രയും വളർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ, ഒരല്പം തീ ഉണ്ടെങ്കിൽ നമുക്ക് സഭയെ വളർത്താൻ പറ്റും. താങ്ക് യു ഫാദർ. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് GGMലെ ഫിയാത്ത് മിഷൻ്റെ എക്സിബിഷൻ ഹാളിലെ ഒരു ജേണി ഓഫ് ഹോപ്പ് എന്ന് പറയുന്ന ഒരു സ്റ്റോളിലാണ്. ഇവിടെ ബൈബിളിലെ എല്ലാ ജേണീസും, കഥാപാത്രങ്ങൾ, അവർ സഞ്ചരിച്ച വഴികൾ, ആ സംഭവങ്ങൾ പിക്ചറൈസ് ചെയ്ത് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കത്തക്ക രീതിയിൽ 2 പേര്, ഷാജി ആൻഡ് ഷൈന, ഒപ്പം തന്നെ അവരുടെ സുഹൃത്തായ മോഹനുമുണ്ട്. ഇവർ 3 പേരും കൂടെ ചെയ്യുന്ന ഒരു വളരെ വിലപ്പെട്ട, സഭയ്ക്ക് വേണ്ടി ചെയ്യുന്ന വളരെ മനോഹരമായ ഒരു സർവീസാണ്. അവരോട് തന്നെ ചോദിക്കാം ഇതിനെക്കുറിച്ച്. ഷാജി, ഷൈന ആൻഡ് മോഹൻ, നിങ്ങളുടെ ഇങ്ങനെ ഈ ഒരു പിക്ചറൈസ് ചെയ്ത് മറ്റുള്ളവർക്ക് തുറന്ന ബൈബിൾ മനസ്സിലാക്കി കൊടുക്കാനുള്ള ഉണ്ടാകുന്ന പ്രചോദനം എന്താണ്? ഒന്നാമത്തെ കാര്യം, ഈ പുതിയ ജനറേഷൻ സി എന്ന് പറയും, അവർ വളരെ വിഷ്വലാണ്. നമ്മളൊരു 10 മിനിറ്റ് പ്രസംഗിക്കുമ്പോഴത്തേനും ദേ ഗെറ്റ് സൂംഡ് ഔട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മൾ പുതിയ തലമുറയ്ക്ക് വേണ്ടി ചെയ്താലേ കാര്യമുള്ളൂ. അതുകൊണ്ട് അതാണ് ഈ വിഷ്വൽ ആയിട്ട് നമുക്ക് എങ്ങനെ പെട്ടെന്ന് ഇത് ചെയ്യാം എന്നുള്ളത്. പിന്നെ ബൈബിള് പലപ്പോഴും ആൾക്കാർ കാണുന്നത് ഭയങ്കര കഠിനമേറിയ, പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളതും ഭയങ്കര അക്കാഡമിക് ആയിട്ടുള്ള ഒരു സാധനമാണ്. അതിനെ ഒന്ന് ലഘൂകരിക്കാൻ എങ്ങനെ സാധിക്കും? കാരണം ഈച്ച് ഇമേജ് വിൽ സ്പീക്ക് 1000 വേർഡ്സ് എന്നാണ് പറയുക. അപ്പോൾ നമുക്കതെങ്ങനെ ലഘൂകരിച്ച്
കുറച്ച് സമയത്തിനുള്ളിൽ കൊടുക്കാം എന്നാണ്. ഞാനൊരു സ്റ്റോറി ടെല്ലറാണ്, പ്രൊഫഷണൽ സ്റ്റോറി ടെല്ലർ. ബൈബിൾ സ്റ്റോറിയുമുണ്ട്, പക്ഷേ ദൈവം എന്നെ അതിൽ നിന്നും എക്സ്റ്റെൻഡ് ചെയ്ത് ആർട്ട് കൂടി. അപ്പോൾ എനിക്ക് ആർട്ടിസ്റ്റുകളൊന്നും ശരിക്കും കിട്ടിയില്ല. ഇപ്പോൾ ഞാനൊരു ക്യൂറേറ്ററാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഐ കളക്ട് റൈറ്റ്ഫുൾ ഇമേജസ്, ബൈബിൾ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഇമേജസ് അത് കളക്ട് ചെയ്ത് അത് പ്രസൻറ്റ് ചെയ്യുക. അതിലൂടെ സാധാരണക്കാരിൽ ഇതിനെന്താ ഏറ്റവും വലിയ ഗുണം, ലാംഗ്വേജ് ബാരിയറില്ല. ഞാൻ ഏത് ട്രൈബലോ ഏത് സ്ഥലത്ത് കൊണ്ടുപോയാലും അത് ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരു ട്രാൻസ്ലേറ്ററുടെ യൂസ് പോലുമില്ല. ഇത് ഡാനിയേലിൻ്റെ 3 ഫ്രണ്ട്സാണ്, ഷദ്രക്, മെസാക്ക്, എബദ്നിഗോ, 3 പേര്. ഇവരെ തീയിലൂടെ നടക്കാനായിട്ട് നെബൂഖദ്നേസർ രാജാവ് ഉത്തരവിട്ടു. അവരങ്ങനെ തീയിലൂടെ നടന്നു പോവുകയാണ്. നെബൂഖദ്നേസർ വിചാരിച്ചു ഇവർ കരിഞ്ഞ് പൊടിയായി തീർന്നുണ്ടാവും വിചാരിച്ചു. പുള്ളി കുറേ കൂടി എണ്ണ ഒഴിക്കാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇവർ 3 പേര് നടക്കണു. മാത്രമല്ല കൂടെ വേറൊരാൾ കൂടി നടക്കുന്നു. അപ്പോൾ ദൈവം വിട്ടൊരു ദൂതനാണ്. അപ്പോൾ ഈ 4 പേരും ഒരു പോറലോ ഒരു ചാരമോ ഒന്നുമില്ലാണ്ട് തന്നെ പുറത്ത് വന്നപ്പോൾ നെബൂഖദ്നേസർ വിസ്മയഭരിതനായി. അയാൾ ഒരു ഡിഗ്രി പുറപ്പെടുവിച്ചു. ഇനി തൊട്ട് ബാൽ ദേവനെയല്ല, ഇനി തൊട്ട് ആരാധിക്കുന്നത് ഇവരുടെ 3 പേരുടെയും ദേവനാണെന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ അവസ്ഥകൾ ഒരു പരിധി വരെ ഇതേപോലെയാണ്. അവർ പലരും പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യുന്നില്ലെങ്കിലും അവർ തീയോടെയാണ് നടക്കുന്നത്. പല ഇഷ്യൂസ് ഉണ്ട്, വേൾഡിലി സോഷ്യൽ ഇഷ്യൂസ്. അതാരോടും പറയാണ്ട് ഉള്ളിൽ സംഗ്രഹിച്ച് അവർ പലപ്പോഴും നോക്കുന്നത്, പ്രത്യാശ കിട്ടുന്നത് സബ്സ്റ്റൻസിൽ നിന്നും പല ലൗകികമായ കാര്യങ്ങളിലൂടെയാണ് നോക്കണത്. പക്ഷേ ദൈവം എപ്പോഴും നമ്മുടെ യാത്രയിൽ കൂടെ ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം ഒരു മൈക്രോ സ്റ്റോറി പോലെയായിട്ട് എനിക്ക് പറയാൻ സാധിച്ചു. ഈ പടം കാണുമ്പോൾ ഈ പടം അവരുടെ മനസ്സിൽ കിടക്കും. ശരിക്കും പറഞ്ഞാൽ വീടുകളിൽ വെക്കണമെന്നാണ്. മേ ബി ഒരു 5 കൊല്ലമൊക്കെ കഴിയുമ്പോൾ ഇതൊരു മാസ് പ്രൊഡക്ഷനായിട്ട് എല്ലാ വീടുകളിലും ഒരു പടം ഉണ്ടാവണം. ഒരു ഗസ്റ്റിനെ വിളിച്ച് ചായ കൊടുക്കുമ്പോൾ ഈ പടം കാണിച്ചിട്ട് ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ ആ കഥ അത് ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ അത് ഹോം ബേസ്ഡ് ഇവാഞ്ചലൈസേഷൻ ആയിട്ട് മാറും. അതേപോലെ പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസിൽ കൂടെയുള്ളൊരു യാത്ര, പരിശുദ്ധാത്മാവ് നമ്മൾ നയിക്കുന്നു. ആ ഒരു യാത്ര നമ്മൾ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ ഒരു ഫുൾഫിൽമെൻറ്റിലേക്ക് നമ്മളെ എത്തിക്കും. മാത്രമല്ല പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥത കൂടിയാകുമ്പോൾ അതിനെ കൂടുതൽ ഭംഗിയുള്ളതാക്കുന്നു. ഒരു പിക്ചറിലൂടെ തന്നെ ബൈബിൾ എന്താണ്, ആ ബൈബിളിൻ്റെ ആ സംഭവം പറയുന്നതെന്ന് ഒരു കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാകത്തക്ക രീതിയിൽ ഷാജി നമുക്ക് പറഞ്ഞു തരികയായിരുന്നു. ഒപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ഷൈനയുണ്ട്, സുഹൃത്തായ മോഹനുമുണ്ട്. ഇവരുടെ 3 പേരുടെയും കൂട്ടായ ഒരു പ്രവർത്തനമാണ്. മറ്റുള്ളവർക്ക് അടഞ്ഞ ബൈബിളല്ല, അത് തുറന്ന ബൈബിളാക്കി മനസ്സിലാക്കി കൊടുക്കത്തക്ക രീതിയിൽ ഇവർ ചെയ്യുന്ന സർവീസിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. താങ്ക് യു സോ മച്ച്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് കാർലോ എക്സിബിഷൻസ് ഹാളിലാണ്. ദിവ്യകാരുണ്യവുമായി ബന്ധപ്പെട്ടുള്ള എക്സിബിഷൻ ഹാളിലാണ്. നമ്മുടെ കൂടെ ഒരു വൈദികനുണ്ട്. അച്ഛൻ്റെ പേരെന്ന് പറയാമോ? എൻ്റെ പേര് ഫാദർ റെനിൽ കാരാത്ര. ഞാൻ ഇരിങ്ങാലക്കുട രൂപതയിലെ ഒരു അച്ഛനാണ്. ഞാനിപ്പോൾ ഇരിങ്ങാലക്കുടയിലെ അവിട്ടത്തൂർ എന്നുള്ളൊരു ഇടവകയിലാണ് ഇപ്പോൾ വികാരിയായിട്ട് സേവനം ചെയ്തത്. കാർലോ എക്സിബിഷൻ ഫിയാത്ത് മിഷൻ്റെ ഇതാദ്യമായിട്ടാണ് അച്ഛൻ പങ്കെടുക്കുന്നത്? ഞങ്ങൾ ആദ്യമായിട്ടാണ് ഫിയാത്ത് മിഷൻ്റെ GGM പങ്കെടുക്കുന്നത്. അങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ട് വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ആദ്യമായിട്ടും പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ് ഫിയാത്ത് മിഷൻ്റെ. ഓക്കെ, ഈ ദിവ്യകാരുണ്യ എക്സിബിഷൻ, കാർലോ എക്സിബിഷൻ എന്ന പേര് കൊടുക്കാനുണ്ടായ കാരണം? കാർലോ കിത്തിസാണ് ശരിക്കും ഈ ദിവ്യകാരുണ്യ എക്സിബിഷൻ്റെ ഒരു പ്രോട്ടോടൈപ്പായി തന്നെ ഡെവലപ്പ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഒരു യങ് വിശുദ്ധനാണ്, വാഴ്ത്തപ്പെട്ട ആളാണ്, വിശുദ്ധ പദവിയിലേക്ക് അടുത്ത് പ്രവേശിക്കാനിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു എക്സിബിഷൻ ആരംഭിക്കുന്നത് തന്നെ. ഇങ്ങനൊരു ദിവ്യകാരുണ്യമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള കുറച്ച് പേര്, ഞങ്ങളൊരു 4 വൈദികരുണ്ട്, കുറച്ച് അൽമാരുണ്ട്. അപ്പോൾ ഞങ്ങളൊരു ലഹ്മ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയുണ്ട് ഇരിഞ്ഞാലക്കുട രൂപതയിൽ. അപ്പോൾ പരിശുദ്ധ കുർബാനയെ മറ്റുള്ള കൂടുതൽ അനുഭവവേദ്യമാക്കാൻ ഞങ്ങൾ കൂടുതൽ പരിശ്രമിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം തന്നെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിങ്ങനെ ദിവ്യകാരുണ്യ എക്സിബിഷൻസ് സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇരിഞ്ഞാലക്കുട രൂപതയിൽ ദിവ്യകാരുണ്യ കോൺഗ്രസ് സംഘടിപ്പിച്ചപ്പോൾ അഭിയുന്ന പിതാവ് ഒരു എക്സിബിഷൻ ദിവ്യകാരുണ്യ കോൺഗ്രസിനോട് ചെയ്യാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് ഇത് ആദ്യമായിട്ട് ഞങ്ങൾ ഇത്രയും വിപുലമായിട്ട് ഒരു ദിവ്യകാരുണ്യ എക്സിബിഷൻ സംഘടിപ്പിക്കാൻ ആരംഭിക്കുന്നത്. അന്ന് ഉണ്ടാകുന്നതിനേക്കാളും കുറേ കൂടുതൽ കാര്യങ്ങൾ ഇപ്രാവശ്യം ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഈ എക്സിബിഷന് വേണ്ടിയിട്ട്.
നമ്മൾ തുടങ്ങുന്നത് ദിവ്യകാരുണ്യ അത്ഭുതങ്ങളാണ്. അത് നമ്മളൊരു കുറച്ച് അത്ഭുതങ്ങൾ ഉണ്ട്. പിന്നെ ദിവ്യകാരുണ്യം മാത്രം ഭക്ഷിച്ച് ജീവിച്ച വിശുദ്ധരായ വ്യക്തികളുണ്ട്. അവരുടെ ലൈഫിനെ കുറിച്ച് ചെറിയൊരു വിവരണമുണ്ട്. അതിനുശേഷം വിശുദ്ധ ബലിയിൽ ഉപയോഗിക്കുന്ന അടയാളങ്ങളും പ്രതീകങ്ങളും ആംഗ്യങ്ങളൊക്കെ എന്തിനു സൂചിപ്പിക്കുന്നുള്ള കുറച്ചൊരു സ്റ്റഡി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നീട് ഉള്ളത്. പിന്നീട് വരുന്നത് പരിശുദ്ധ കുർബാനയുടെ സീറോ മലബാർ സഭയുടെ കുർബാനയുടെ ഘടനയെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് കുറച്ചത്. പിന്നെ നടുക്കുള്ള ഈ ഒരു കൂടാരം പോലെ ചെയ്തതിൻ്റെ ചുറ്റുപാടുള്ളത് പരിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന വസ്തുക്കൾ എന്തെല്ലാമാണ്, അതിൻ്റെ അർത്ഥതലങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നു. അകത്ത് ഒരു ആരാധനയ്ക്കായിട്ടുള്ളൊരു സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അതിനകത്തേക്ക് പ്രവേശിക്കുമ്പോഴാണ് പരിശുദ്ധ കുർബാനയിൽ ഈശോയുടെ രക്ഷാകര സംഭവങ്ങളെ നമ്മൾ അനുസ്മരിക്കുന്നതിൻ്റെ ചിത്രീകരണങ്ങളാണ്. അത് ഈശോയുടെ ജനനം, പരസ്യജീവിതം, പീഡാസഹനം, മരണം, ഉത്ഥാനം എന്നീ 5 ദിവ്യരഹസ്യങ്ങളെ എങ്ങനെ പരിശുദ്ധ കുർബാനയിൽ ആഘോഷിക്കപ്പെടുന്നു എന്നുള്ളതുണ്ട്. അപ്പോൾ അതിനൊരു ഹെഡ്സെറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിവരണങ്ങൾ അവർക്ക് അതിൽ കേൾക്കാവുന്നതാണ്. നമ്മൾ ഈശോയുടെ ജനനത്തിൻ്റെയും അതുപോലെ തന്നെ ഈശോയുടെ പരസ്യജീവിതത്തിൻ്റെയും പീഡാസഹനത്തിൻ്റെയും മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയൊക്കെ ചിത്രീകരണങ്ങൾ പ്ലോട്ടുകളായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിവരണങ്ങൾ നമ്മൾ ഓഡിയോ ഹെഡ്സെറ്റിലൂടെ നൽകുന്നതാണ്. അങ്ങനെയാണ് ഇതിൻ്റെ. പിന്നെ ഏറ്റവും അവസാനമായിട്ട് ലാസ്റ്റ് സപ്പറിൻ്റെ ഒരു ചിത്രീകരണവും ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ച വലിയ നിമിഷം എന്ന് പറയുന്നത് സെഹ്യോനൂട്ടുശാലയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു ചിത്രീകരണവും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് പരിശുദ്ധ കുർബാനയായിട്ട് ബന്ധപ്പെട്ട് കാർലോ എക്സിബിഷനിൽ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. കാർലോ എക്സിബിഷൻ ഹാളിലേക്ക് നമ്മൾ കയറുമ്പം മുതൽ തന്നെ അവിടെ നിന്നിട്ട് കാണുന്ന ഓരോ കാര്യങ്ങളും ഒരു വ്യക്തിയിൽ പരിശുദ്ധ കുർബാനയ്ക്കുള്ള പ്രാധാന്യം മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് തന്നെയാണ് അച്ഛനും അച്ഛൻ്റെ കൂടെയുള്ള ആൾക്കാരും ഇത്ര മനോഹരമായി വിശുദ്ധ കുർബാനയും ദിവ്യകാരുണ്യത്തെയും ചിത്രീകരിച്ചിരിക്കുന്നത്. ഒരുപാട് നന്ദി അച്ഛാ, അത് മനസ്സിലാക്കി തന്നതിന്. താങ്ക് യു.